അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിനെ വരവേൽക്കാൻ വേണ്ടി നാമെല്ലാവരും ഒരുക്കമെന്നോണം നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് റമദാനിൻ്റെ മുന്നോടിയായി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകണേ, വിശുദ്ധമാക്കപ്പെട്ട പുണ്യങ്ങളുടെ മാസമായ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥന നടത്തിയവരാണ്. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മളെല്ലാവരും ആ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മുഅ്മിനീങ്ങളായ നമ്മളെല്ലാവരും ഈ വിശുദ്ധമാക്കപ്പെട്ട മാസത്തിനെ എങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിലേക്കോ നമ്മുടെ രൂപത്തിലേക്കോ നമ്മുടെ മറ്റു പ്രവർത്തനത്തിലേക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നമ്മുടെ ഖൽബിലേക്കാണ്. വിശുദ്ധമാക്കപ്പെട്ട ഈ റമദാൻ മാസത്തിൽ ആദ്യം നമ്മൾ നന്നാക്കേണ്ടത് നമ്മുടെ ഖൽബിനെയാണ്. ഖൽബ് ശുദ്ധിയാക്കുന്ന സൽക്കർമ്മങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമ്മുടെ അഅ്മാലുകൾ സ്വീകരിക്കണമെങ്കിൽ നല്ല നിയ്യത്തോടുകൂടെ ചെയ്താൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അല്ലാഹുവിൻ്റെ അടുക്കൽ നിശ്ചയമായും അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ പ്രവർത്തനങ്ങൾ നിയ്യത്ത് കൊണ്ടുള്ളതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നമ്മളെല്ലാവരും ഈ പുണ്യമാസത്തെ ആദ്യമായി ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കിക്കൊണ്ടായിരിക്കണം. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം, മനുഷ്യന്മാരുടെ ഹൃദയരോഗത്തിൽ നിന്ന് ശിഫ ലഭിക്കാൻ 5 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒന്നാമതായി ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണമാണ്. ഖുർആൻ പാരായണത്തിലൂടെ നമ്മുടെ മനസ്സ് നന്നാവാനും നമുക്ക് മനസ്സമാധാനം ലഭിക്കുവാനും കാരണമാകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത്. രണ്ടാമതായി ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പറയുന്നത് നോമ്പനുഷ്ഠിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ നോമ്പുകളും സ്വീകരിക്കട്ടെ. ഖൽബിൻ്റെ ശുദ്ധീകരണത്തിന് രണ്ടാമതായി ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പറഞ്ഞത് നോമ്പനുഷ്ഠിക്കാനാണ്. മൂന്നാമതായി പറഞ്ഞത് രാത്രിയിലെ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകരിക്കാൻ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സമയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്നുണ്ട് ജൗഫുൽ ലൈലി എന്നാണ് പറഞ്ഞത്. ജൗഫുൽ ലൈലി, രാത്രിയുടെ പകുതി കഴിഞ്ഞതിന് ശേഷമുള്ള സമയം.
അർദ്ധരാത്രിയുടെ പകുതി കഴിഞ്ഞ സമയത്ത് അള്ളാഹുവിലേക്ക് ആരെങ്കിലും കരമുയർത്തിയാൽ അതിന് തക്കതായ പ്രതിഫലമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ നമ്മളെല്ലാവരും അത്തായ സമയത്ത് നീക്കുന്ന ആളുകളാണ്. ആ സമയത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നാലാമതായി ഗസാലി ഇമാം പറയുന്നത് അത്തായ സമയത്തുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ്. ആ സമയത്ത് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുമെന്നാണ്. അതുപോലെ തന്നെ അഞ്ചാമതായി പറഞ്ഞത് നല്ലവരോടുള്ള സഹവാസം, സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട് ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മനസ്സിന് ശുദ്ധീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഗസാലി ഇമാം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ നമ്മളെല്ലാവരും നല്ല രൂപത്തിൽ നല്ല ആളുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും ഇരട്ടി പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.